2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കണ്ണൂർ മൗണ്ടൻ വിലയിരുത്തുന്നത്. കേരളത്തിലാകെ 35 സീറ്റിൽ വിജയം CPM 26ലേക്ക് ചുരുങ്ങി. 19 മന്ത്രിമാരിൽ 13 പേരും തോറ്റു. LDF കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അപ്രസക്തമായി. കണ്ണൂരിലെ ശക്തി കേന്ദ്രങ്ങളിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി പാർട്ടി നേരിട്ടു. കണ്ണൂരിലെ ശക്തി കേന്ദ്രം എന്ന് പറയുമ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പും തന്നെയാണ്. പയ്യന്നൂരിലെ V. കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ രക്തസാക്ഷി ഫണ്ട് ആരോപണത്തെ അവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തത് എങ്ങനെയെന്നത് നേർസാക്ഷ്യമാണ്. നേതൃത്വത്തെ ജനങ്ങൾ തിരുത്തണമെന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ജനങ്ങൾ ഏറ്റെടുത്തു എന്നതാണ് വിഷയം. അതേസമയം തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട TK ഗോവിന്ദൻ നൽകിയത് അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടിയാണ്. ആരുടെ പിന്തുണ തേടി എന്നതല്ല, മറിച്ച് ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ്. ഇനി നമുക്ക് G. സുധാകരനെ കുറിച്ചാണെങ്കിൽ, ഒന്നാം പിണറായി സർക്കാരിലെ മികച്ച മന്ത്രി എന്ന പേരെടുത്ത ആളാണ് അദ്ദേഹം. പാർട്ടി അംഗത്വം പുതുക്കാതെ മാറി നിന്നപ്പോൾ അത് ലാഘവത്തോടെ കണ്ട പാർട്ടിക്ക് അവിടെയും പിഴച്ചു. പാർട്ടിയെ വെല്ലുവിളിച്ച് UDFന് കൈകൊടുത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ചെയ്തതെല്ലാം ശരിയെന്ന് തോന്നിക്കും വിധം 27,935 വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. ദയനീയ പരാജയമാണ് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച പാർട്ടിയുടെ ആകെ തുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറിയേണ്ട കാര്യങ്ങൾ ധാരാളമുണ്ട്. അറിഞ്ഞാൽ മാത്രം പോരാ, നടപ്പിലാക്കുകയും ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയും വേണം. ഈ വലിയ തോൽവി കാരണം കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലാതായി എന്നല്ല, എങ്കിലും ഇത്രയും വലിയ തോൽവി എങ്ങനെ സംഭവിച്ചു എന്നറിയലാണ് പ്രധാനം. ഇതൊക്കെ പറയുമ്പോഴും അറിഞ്ഞിരിക്കണം, ചരിത്രത്തിൽ ആദ്യമായി 3 സീറ്റ് നേടി കേരളത്തിൽ BJP ഒരു നിർണായക ശക്തിയായി മാറിയെന്നത്.